ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു സുമീസ് കിച്ചൻ. ഇന്ന് ഞാനിവിടെ വന്നിരിക്കുന്നത് ഒരു ഹെൽത്തി ആയ റെസിപ്പി ആയിട്ടാണ്. റാഗി പുട്ട്. ഇത് ഒരാഴ്ചയിൽ ഒരു ദിവസമെങ്കിലും നമ്മൾ ഉണ്ടാക്കി കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ആരോഗ്യത്തിനും അതേപോലെ ഉന്മേഷത്തിനും ഒക്കെ നല്ലൊരു റെസിപ്പിയാണ് ഇത് റാഗി എന്ന് പറയുന്നത്. അപ്പോൾ ഇത് കുട്ടികൾക്കും നമ്മളിത് ഉണ്ടാക്കി കൊടുക്കുന്നതാണ്. അപ്പോൾ നമുക്കും ഇത് കഴിക്കാവുന്നതാണ്. അപ്പോൾ എല്ലാവരും ഇതേപോലെ ഒന്ന് ഒരാഴ്ചയിൽ ഉണ്ടാക്കി നോക്കണം. അതിനായിട്ട് ആദ്യം നമ്മൾ റാഗി പൊടിയെ ഒന്ന് വറുത്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ പുട്ടുണ്ടാക്കുമ്പോൾ ഒന്ന് വറുത്തെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ പുട്ടിന് നല്ലൊരു സോഫ്റ്റ് കിട്ടാനായിട്ടാണ് നമ്മളിതൊന്ന് വറുത്തെടുക്കുന്നത്. അപ്പോൾ ഒന്ന് ചൂടാക്കി എടുത്താൽ മതി. നമ്മൾ റോസ്റ്റ് ചെയ്തതാണ് മേടിക്കുന്നതെങ്കിൽ ഒന്ന് ചൂടാക്കി എടുത്താൽ മതി. അല്ലെങ്കിലും ഒന്ന് നന്നായി ഒന്ന് ചൂടാക്കി എടുത്തതിന് ശേഷം നമുക്കിതൊന്ന് അരിപ്പയിലൊന്ന് അരിച്ചെടുക്കണം. കാരണം ഇതിലാകെ തരിയൊക്കെ ഉണ്ടാകും. അപ്പോൾ അതൊക്കെ ഒന്ന് അരിച്ചെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ പുട്ട് ഒന്നും കൂടി സോഫ്റ്റായി കിട്ടും. അപ്പോൾ ആദ്യം നമുക്കിതൊന്ന് വറുത്തെടുക്കാം. അതിന് ശേഷം നമുക്ക് ഒരു അരിപ്പയിലെടുത്ത് അരിച്ച് നമുക്ക് എടുക്കാം. ഇതിപ്പോൾ ഞാനിവിടെ വറുത്തെടുത്തിട്ടുണ്ട്. അതിന് ശേഷം ഞാൻ ഒരു അരിപ്പയിലേക്ക് ഇട്ടിട്ട് അരിച്ച് മാറ്റിയിട്ടുണ്ട്. കണ്ടോ, നല്ല തരിയോട് കൂടിയിട്ടുള്ള സാധനങ്ങൾ അതിലുണ്ടാകും. അപ്പോൾ നമ്മളിതൊന്ന് അരിച്ചെടുക്കുകയാണെങ്കിൽ നല്ല സോഫ്റ്റ് ഉണ്ടാവും നമ്മുടെ പുട്ടിനായിട്ട്. അപ്പോൾ അതാ ഞാൻ എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് പുട്ട് കുഴയ്ക്കുന്നതിന് നമ്മുടെ ആ പാകത്തിന് തന്നെ നമുക്ക് പൊടിയൊന്ന് കുഴച്ചെടുക്കണം. അപ്പോൾ അതിനായിട്ട് ഒരു ഗ്ലാസ് വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട്. അതിൽ ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അത് നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ പുട്ടിന് കുഴക്കണ മാതിരി തന്നെ കുഴച്ചെടുക്കുക. ഇതിപ്പോൾ ഞാനിവിടെ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ പരുവം എന്ന് പറയുന്നത് നമ്മുടെ കയ്യിൽ നിന്ന് ഒന്ന് പിടിക്കുമ്പോൾ ഒന്ന് അമന്ന് വരിക, പിന്നെ ഒന്ന് വിടുമ്പോൾ നല്ല സോഫ്റ്റായിട്ട് നമ്മുടെ കയ്യിൽ നിന്ന് പോകും. അതാണ് അതിൻ്റെ ഒരു പരുവെന്ന് പറയുന്നത്. അപ്പം ഇനി നമുക്ക് ഇതിലേക്കുള്ള തേങ്ങ ചിരകിയെടുക്കാം. ഒന്നെങ്കിൽ നിങ്ങൾക്ക് ആ പൊടിയിലേക്ക് തന്നെ തേങ്ങ ഇട്ടിട്ട് തിരുമ്പിയിട്ട് പുട്ട് ചുടാം. അല്ലെങ്കിൽ നമുക്ക് ആദ്യം കുറച്ച് തേങ്ങ ഇട്ടിട്ട് പിന്നെ അതിൻ്റെ മുകളിലേക്ക് കുറച്ച് റാഗിപ്പൊടി കൂടി ഇടുക, പിന്നെ കുറച്ച് തേങ്ങ ഇടുക, പിന്നെ കുറച്ച് റാഗിപ്പൊടി ഇടുക. അങ്ങനെ ഇട്ടിട്ട് നമുക്ക് പുട്ടുണ്ടാക്കിയെടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് പുട്ടുണ്ടാക്കിയെടുക്കുന്നത് ആ രീതിയിലൊന്ന് പുട്ടും കുറ്റിയിൽ നിറച്ച് വയ്ക്കുക. ഞാൻ പാനി അവിടെ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഇതൊന്ന് നിറച്ചതിന് ശേഷം നമുക്ക് അതിൻ്റെ മുകളിൽ വെച്ചിട്ട് നന്നായി ഒന്ന് വേവിച്ചെടുക്കാം. ഇതിപ്പോൾ ഞാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിവിടെ ഇരുന്നിട്ട് നന്നായി ഒന്ന് വേവട്ടെ. അപ്പോൾ നമ്മുടെ വെള്ളം തെളിച്ച് വന്നിട്ടുണ്ട്. ഇനി നന്നായിട്ടൊന്ന് വേവട്ടെ.
അപ്പോൾ ഇതാ നമ്മുടെ സ്വാദിഷ്ടമായ റാഗി പുട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമ്മുടെ ആരോഗ്യത്തിനൊക്കെ നല്ലൊരു റെസിപ്പിയാണ് ഇത്. ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും നമ്മളിത് റാഗി പൊടി കൊണ്ട് പുട്ടുണ്ടാക്കി കഴിക്കണം. അപ്പം എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത്. അപ്പോൾ വേറെ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.